ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ഒരു മിൽക്ക് പുഡിങ്ങുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. തയ്യാറാക്കാൻ പോകുന്നത് ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഒരു പുഡിങ്ങാണ്. നമ്മുടെ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലാതെ നല്ല സൂപ്പറായിട്ടുള്ളൊരു പുഡിങ്ങാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കപ്പിന് 1 കപ്പ് പാല്, നമ്മുടെ സാദാ പാല്, വെള്ളമൊന്നും ഒഴിക്കാത്ത നമ്മുടെ പശുവും പാല് ഒഴിച്ചു കൊടുത്തേ. അത് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ ഈ കുപ്പിപ്പാലാണ്. നമ്മൾ ഈ പാലാണ് നമ്മളിവിടെ മേടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നല്ല കൊഴുപ്പുള്ള പാലാണ്. അപ്പം ഞാനത് ഇതാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ സാദാ നമ്മുടെ മിൽമയുടെ പാലാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഞങ്ങളിവിടെ സ്ഥിരം ഇത് മേടിക്കുന്നതുകൊണ്ടാണ് ഈ പാലെടുത്തേക്കുന്നത്. പക്ഷേ ഇത് നല്ല പാലാട്ടോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. ഈ തീയൊന്നും കത്തിക്കരുത്, നമ്മൾ അടുപ്പയിൽ ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 3 സ്പൂണ് കോൺഫ്ലവറും കൂടെ നമുക്കിട്ട് കൊടുക്കണം. വേറെ ഒന്നും ചേർക്കരുത്, കോൺഫ്ലവർ ചേർക്കാവുള്ളൂ. ഒരു 3 സ്പൂണ് കോൺഫ്ലവറും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഈ കോൺഫ്ലവറും പാലും നമ്മുടെ ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് ഇളക്കണം. തീ കത്തിക്കരുത്. തീ അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്തിക്കണം. നമ്മൾ കോൺഫ്ലവർ ഇട്ടതുകൊണ്ട് ഇത് പെട്ടെന്ന് കട്ടയായിപ്പോവും. അതുകൊണ്ടാണ് നമ്മളതെല്ലാം നല്ലപോലെ ഒന്ന് ഈ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ തീ കത്തിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. നമുക്ക് അല്ലെങ്കിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇതൊന്നുമില്ലാതെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒത്തിരി ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നമ്മൾ തയ്യാറാക്കുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെല്ലാം നല്ലപോലെ ആക്കി നമ്മുടെ പാലും പഞ്ചസാരയും കോൺഫ്ലവറും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഒന്ന് തീ കത്തിച്ച് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ചെറു തീയേൽ നമ്മൾ കൈ എടുക്കാതെ വേണം നമുക്ക് ഇത് ഇളക്കാനായിട്ട്. പയ്യെ ഇങ്ങനെ ഇളക്കി നമുക്കിപ്പോൾ എവിടെ ആൾക്കാരുണ്ട്, ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമുക്കിവിടെ പിള്ളേർക്ക് മാത്രം മതിയല്ലോ, അതുകൊണ്ട്. മുട്ടയോ വേറുള്ള ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ നമ്മൾ പിന്നെ ആവി വെച്ച് വേവിച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സ്റ്റീം ചെയ്തൊക്കെയല്ലേ എടുക്കുന്നത്. അങ്ങനെയൊന്നും വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് നമുക്കൊന്ന് റെഡിയാക്കി നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്. പിന്നെ നമുക്കൊരു 4-5 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലൂടെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഡിങ് കിട്ടും. നമ്മുടെ പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് ഇതെല്ലാം കൂടി ഒന്ന് കുറുകി വരുന്നുണ്ട്. വീണ്ടും ഇങ്ങനെ കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ പുഡിങ്ങിനുള്ള സംഭവം റെഡി ആവുന്നുണ്ട്. നമ്മുടെ കുറുകി വരുന്നുണ്ട്. ഇതുണ്ടോ, നമ്മൾ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ പുഡിങ്ങിനുള്ള സംഭവം റെഡി ആവുന്നുണ്ട്. നമ്മുടെ കുറുകി വരുന്നുണ്ട്. ഇതുണ്ടോ, നമ്മൾ നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ.
ഇതങ്ങനെ നമ്മുടെ പുഡിങ് നല്ലപോലെ തിളച്ച് ഇതാണ് നല്ല ഇച്ചൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇതാകണം. ഇച്ചൂടെ ഒന്ന് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന പോലെ ഒരു ഇതാകണം. ഇവിടെ കൈ എടുക്കരുത്. കൈ എടുത്ത് പോയി കഴിഞ്ഞാൽ കട്ട കുത്തുന്നുണ്ട്. കട്ടയൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് ഇളക്കി കിട്ടണമെങ്കിൽ നല്ലപോലെ ഇങ്ങനെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം പരുവമെന്നൊക്കെ പറയും. നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വിട്ടു പോരുന്ന ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഒത്തിരി അങ്ങ് കുറുകി പോകരുത്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഇതായി പോകും. നല്ലപോലെ വേകണമല്ലോ നമ്മുടെ ഈ കോൺഫ്ലവർ. പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്തത്. ഇനിയിപ്പോൾ അന്നേരം അവർ പറയും ഇങ്ങനത്തെ ഈ പുഡിങ് മതിയെന്ന് അവർ പറയും. ഇനിയും നമുക്കിതിനകത്തേക്ക് നമുക്ക് സാധാരണ നമ്മുടെ എല്ലാ പുഡിങ്ങിനും ഒരു വാനിലയുടെ ഫ്ലേവർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു വാനിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വാനില എസൻസ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഏത് പൗഡറാണ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം എസൻസ് ഏതാണെങ്കിലും നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാതെ അതോടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ആ ഫ്ലേവർ കിട്ടുള്ളൂ. ആ അടപ്പിനൊരടപ്പോ ഒരു 1/4 സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സാധാ പുഡിങ്ങിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ വന്നു. അപ്പോൾ ഈ ഒരു പാകം ഇത് മതി. നമുക്കിനിയിപ്പം നല്ലപോലെ എല്ലായിടത്തും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രേക്കകത്തേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം. നമ്മൾ ഏത് പാത്രമാണോ സെറ്റ് ചെയ്ത് നമ്മൾ പുഡിങ് വെക്കാൻ വെച്ചേക്കാം നമുക്ക് ആ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാതെ. ഇതാണ് ഇതിൻ്റെ പാകമെന്ന് പറയുന്നത്. പാകം പരുവെന്നൊക്കെ പറയുകയല്ലേ. ഇതുണ്ട്. ഈ ഒരു പാകത്തിന് മതി. നമുക്കിന്ന് നമ്മുടെ ട്രേക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇതേ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി ഓയിലൊക്കെ തൂത്താണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമുക്കിതിനി ഒന്ന് ഇവിടെ വെച്ച് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ചെടുക്കാവേ. അപ്പം നമ്മൾ തണുപ്പിക്കുമ്പോൾ നമുക്കൊന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും ഇട്ട് നമുക്ക് മൂടി വെച്ചേച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ച് നമുക്ക് മൂടി വെച്ചേച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നമുക്കൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാവേ. നമ്മുടെ പുഡിങ് എങ്ങനെ ഇരിക്കുമെന്ന് കാണാം. അങ്ങനെ നമ്മുടെ പുഡിങ് ഒരു 6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതേ നോക്കി, ഇതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ വിട്ട് പോരുന്നുണ്ട്. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒന്നിട്ട് കൊടുക്കാവേ. ഇതുണ്ടോ? അപ്പോൾ നമ്മൾ ആകെ 3 ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയ നല്ല അടിപൊളി പുഡിങ് കേട്ടോ. ഇതുകൊണ്ട് തീയൊക്കെ ഒന്നും കത്തിക്കാതെ നമ്മൾ നല്ല സൂപ്പറായിട്ട് നല്ല സെറ്റായിട്ടുള്ള പുഡിങ് അടിപൊളിയാണ്.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി മധുരവും നല്ല ഇതായിട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആകെ ഇത്ര സംഭവത്തിൻ്റെ കാര്യമില്ല. ഇച്ചിരി കോൺഫ്ലവറും ഇച്ചിരി പാലും ഇച്ചിരി പഞ്ചസാരയും മാത്രം മതി. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊരു ഇച്ചിരി വാനില ഫ്ലേവർ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.